നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനുവേണ്ടിയായിരിക്കും ഇനി അങ്ങോട്ടുള്ള എന്റെ ശ്രമങ്ങള്. ദേവിയെ കുടിക്കും. മനോഹരേട്ടാ, എന്നെ മനസ്സിലായോ? പാർവതി. ശരത്താച്ച, എന്താ? ഓ, ദേവിയേട്ടത്തെ ആയിരിക്കും അന്വേഷിക്കുന്നത്. അവര് സിദ്ധുവിന്റെ ഒപ്പം പോയി. അച്ഛന്റെ ഈ അസുഖം ഒരവസരമായിട്ട് എടുത്തിരിക്കുക അവര്. കൂടുതൽ നേരവും കറക്കുക, ആശുപത്രി നിൽക്കാൻ നേരമില്ല. ഇവിടെ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിലും എന്തെങ്കിലും ആപത്ത് വരുമ്പോ നമ്മളെ കാണും. അവളൊക്കെ അവളുടെ കാര്യം നോക്കി അങ്ങ് പോവും. ഇപ്പൊ മനസ്സിലായല്ലോ, മകളെപ്പോലെ സ്നേഹിച്ചവളുടെ കയ്യിലിരിപ്പ്. മുറിയിലേക്ക് മാറ്റൂന്ന് അറിഞ്ഞിട്ടും ഒന്ന് നിൽക്കാൻ അവള് കൂട്ടാക്കിയില്ല. അവക്ക് വലുത് ജോലിയായിരുന്നു. ഞങ്ങൾ പറയുന്നൊക്കെ അച്ഛന് മനസ്സിലാവുന്നുണ്ടോ? ആ, മനസ്സിലാവുന്നുണ്ടാവും. ഉണ്ടാവുന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഇൻസുലിൻ കുത്തിവെച്ചത് ദേവികയാ. അവൾ എത്ര കുത്തിവെച്ചു എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിനുശേഷം ഇങ്ങനെയൊക്കെ ആയത്. അയ്യോ, അച്ഛന് സങ്കടമായെന്ന് അമ്മയെ തോന്നുന്നത്. കൂടെ നിന്നവളാണല്ലോ ചതിച്ചത്. സാരമില്ല അച്ഛാ, രക്ഷപ്പെട്ടല്ലോ. ഇനി ഞങ്ങളുണ്ട് അച്ഛന്. അവളെ ഈ പരിസരത്ത് അടുപ്പിക്കില്ല ഞാൻ. ഉദ്യോഗസ്ഥയാവാൻ പോയിരിക്കല്ലേ, പോട്ടെ. മനോഹരേട്ടന് ഞാനുണ്ട്. ഇനി അങ്ങോട്ട് ഞങ്ങൾ മാത്രം മതി. വിവരങ്ങളൊക്കെ ഞാൻ അപ്പൊ പറയുന്നുണ്ടായിരുന്നു. വരണമെന്നും സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. കഴിയാതിരുന്നത് അതിന്റെ കാരണം അമ്മയ്ക്കറിയാലോ. സിദ്ധു 24 മണിക്കൂർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാ ദേവികയുടെ അടുത്ത്. ചന്ദ്ര, നിന്റെ ഗതികേട് ഒരു പെണ്ണിനും ഉണ്ടാവാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്യും അമ്മ? എല്ലാത്തിനും കാരണം ദേവികയെ. ആണുങ്ങൾ എടുത്തുചാട്ടക്കാരാ. അവർ പലതും കാണിക്കും, അതിന് കൂട്ടു നിൽക്കുകയാണോ വേണ്ടത്? ദേവിക കാരണം എന്റെ ജീവിതം നശിച്ചു. കേട്ടല്ലോ,
മരുമോളെ കുറിച്ച് ഓരോരുത്തരും വന്ന് പറയുന്നത് കേട്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ? എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പറഞ്ഞു നോക്കി.